കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര കാത്തലിക് ടിവിയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം. വലിയ നോമ്പിന് മുമ്പുള്ള 2 ഞായറാഴ്ചകൾ നമ്മൾ പ്രത്യേകമായി പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ചകളാണ്. അതിൽ കഴിഞ്ഞ ഞായറാഴ്ച പരേതരായ മേൽപ്പട്ടക്കാരെയും വൈദികരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചു. ഈ ഞായറാഴ്ച നമ്മൾ പരേതരായ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ഞായർ അറിയപ്പെടുക ആനീതെ ഞായർ എന്നാണ്. പരേതരായ വിശ്വാസികൾ, പിതാക്കന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി, അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ചയാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇപ്രകാരം നമ്മൾ വചനം വായിക്കുന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവർ ആരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന ഈ ഞായറാഴ്ച, ആനീതെ ഞായറാഴ്ച, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ദൈവപുത്രനായ യേശുവിൻ്റെ അധികാരം, ആത്മാവിൻ്റെ ഉയർപ്പ്, ശരീരത്തിൻ്റെ ഉയർപ്പ്, നിത്യവിധി. ഈ 4 കാര്യങ്ങൾ നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നൽകിയിരിക്കുകയാണ്. ആയതുകൊണ്ട് പരേതർക്ക് വേണ്ടിയുള്ള ഓർമ്മ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗം ധ്യാനത്തിനും വിചിന്തനത്തിനുമായി തിരുസഭ നൽകാറുണ്ട്. പുത്രൻ്റെ അധികാരം അത് പിതാവിൽ നിന്ന് നൽകപ്പെട്ടതാണ്. ഇപ്രകാരം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല, ഞാൻ ശ്രവിക്കുന്നത് പോലെ തന്നെ വിധിക്കുന്നു, എൻ്റെ വിധി നീതിപൂർവമാണ്, കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത്. പലപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഭാഗമാണ് ഈ പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 19-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ. യേശു ദൈവമായിരിക്കെ, യേശു ദൈവം തന്നെ ആയിരിക്കെ ഈ പുത്രൻ്റെ അധികാരം എപ്രകാരം പിതാവിന് വിധേയപ്പെട്ടിരിക്കുന്നു
എന്നതിനെ പറ്റിയൊക്കെ ചോദ്യമുണ്ടാകുക. യേശു ദൈവമാണ്, യേശു പൂർണ്ണ മനുഷ്യനാണ്. യേശുവിൽ രണ്ട് സ്വഭാവങ്ങൾ, ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും. എന്നാൽ ആളത്വത്തിൽ യേശു തൃത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ, ആ പുത്രനിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവുമുണ്ട്. ഇപ്രകാരം ദൈവം പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ, ദൈവം തന്നെയായവൻ, ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവുമുള്ളവൻ, അവൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ പിതാവായ ദൈവത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. പുത്രന് പിതാവിനോട് പൂർണ്ണമായ വിധേയത്വം, തന്നെ തന്നെ സമർപ്പിക്കാൻ തക്കവണ്ണം, തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിധേയപ്പെടാൻ തക്കവണ്ണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എൻ്റെ ദൗത്യം എന്ന് പറയാൻ തക്കവണ്ണം പുത്രൻ പിതാവിന് സ്വമേധയാ തന്നെ തന്നെ സമർപ്പിക്കും. ഇതാണ് പുത്രൻ്റെ അധികാരം. ഇപ്രകാരം ഈ ചോദ്യങ്ങളൊക്കെ ഉയരാനുള്ള കാരണം ഇതിന് തൊട്ടു മുമ്പുള്ള വേദഭാഗത്തിൽ നിന്നാണ്. ഇതിന് തൊട്ടുമുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ബെത്സദായിലെ രോഗശാന്തിയെക്കുറിച്ചാണ്. ബെത്സദായിൽ കുളക്കടവിൽ 38 വർഷക്കാലം തളർവാദം ബാധിച്ച് കിടന്ന ഒരുവനെ അവൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന, ആ വെള്ളം കലങ്ങുമ്പോൾ മാലാഹ വന്ന് വെള്ളം ഇളക്കുമ്പോൾ ആ ജലത്തിലിറങ്ങി സൗഖ്യപ്പെടും എന്ന അവൻ്റെ വിശ്വാസത്തെ അതിജീവിച്ചുകൊണ്ട് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ ആ വാക്കനുസരിച്ച് നടക്കുന്ന ആ രോഗശാന്തി ലഭിച്ചവനെ കാണുമ്പോൾ യഹൂദരിൽ ചിലർ, പ്രത്യേകിച്ച് ഫരിസേയർ, ആ സമൂഹം അവനോട് ചോദിക്കുകയാണ്, സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിക്കാനുള്ള കാരണമെന്താണ്? സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ അവനെ ദ്വേഷിച്ചു എന്ന് 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. ഇതിൽ നിന്നാണ് പുത്രൻ്റെ അധികാരം. പുത്രൻ യേശു ദൈവം സാപത്തിൻ്റെയും ദൈവമാണ്. ആയതുകൊണ്ട് ദൈവപുത്രന് യേശുവിന് സാപത്തിലും പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. സാപത്തിൻ്റെയും ദൈവമായവൻ സാപത്തിൽ രോഗശാന്തി നൽകിയതിനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ്റെ പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ലോഗോസ്, ആദിയിൽ ഉണ്ടായിരുന്നതും ദൈവത്തോടു കൂടെ ആയിരുന്നതും ദൈവം തന്നെയായ വചനം കാലത്തിൻ്റെ പൂർണ്ണതയിൽ കന്യകയിൽ നിന്ന് ജനിച്ച് മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് പാപമൊഴികെ എല്ലാറ്റിലും മനുഷ്യനെ പോലെ ആയവൻ പിതാവായ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. ഇതിൻ്റെ 2-ാം ഭാഗം ആത്മാവിൻ്റെ ഉയർപ്പാണ്. ഈ സുവിശേഷ ഭാഗങ്ങളെ 19 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളെ കൃത്യമായി നമുക്ക് തിരിക്കാൻ സാധിക്കും. ആ തിരിക്കുന്ന വാക്കുകൾ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന വാക്കുപയോഗിച്ചാണ്. 3 വാക്യങ്ങളിൽ ഈ കാര്യം കാണാൻ സാധിക്കും. 19-ാം വാക്യത്തിൽ കാണുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 24-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും 25-ാം വാക്യത്തിലും നമ്മൾ കാണുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന വാക്കുകൾ ഉപയോഗിച്ച് ഈ സുവിശേഷ ഭാഗത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. അതിൻ്റെ അവസാന ഭാഗം 4-ാമത്തെ വാക്യവുമാണ്. ഇതിൻ്റെ 1-ാം ഭാഗം പുത്രൻ്റെ അധികാരത്തെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ സാഹചര്യം നമ്മൾ പറഞ്ഞു. ബെത്സയിദായിലെ രോഗശാന്തിയെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ, സാപത്തിൽ രോഗശാന്തി നൽകിയതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ പുത്രൻ്റെ അധികാരത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ 2-ാമത്തെ ഭാഗം ആത്മാവിൻ്റെ ഉയർപ്പാണ്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇത് ആത്മാവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ 3-ാമത്തെ കാര്യം ശരീരത്തിൻ്റെ ഉയർപ്പാണ്. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ
ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്നു, സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളിലായി ആത്മാവിൻ്റെ ഉയർപ്പും ശരീരത്തിൻ്റെ ഉയർപ്പുമാണ് പ്രതിപാദിക്കുന്നത്. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവും ശരീരവും, ദേഹവും ദേഹിയും ആത്മാവും ചേരുന്നതാണ് പൂർണ്ണ മനുഷ്യൻ. അവൻ്റെ ആത്മാവും ശരീരവും, ആത്മാവിനെ മാറ്റി നിർത്തിയോ ശരീരത്തെ തന്നെ മാറ്റി നിർത്തിയോ നമുക്കൊരു നിത്യജീവനില്ല. ആത്മാവും ശരീരവും ചേരുന്നതാണ് ആ വ്യക്തി. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലെ ഹൂസോയ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദേഹിയുടെയും ദേഹത്തിൻ്റെയും ആത്മാവിൻ്റെയും മേൽ അവിടുത്തെ കാരുണ്യത്തിൻ്റെ പനിമഞ്ഞ് തളിക്കണമേ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കരുണ നിറഞ്ഞവനെ എന്ന ഗീതത്തിൽ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ എന്ന പ്രാർത്ഥനയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായി പാടട്ടെ. അപ്പോൾ നമ്മളുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉയർപ്പാണ്. ശരീരവും ആത്മാവും ചേരുന്ന വ്യക്തിയുടെ ഉയർപ്പാണ്. അപ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, മരിച്ചവർ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് അവരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ദേഹവും ദേഹിയും ആത്മാവും ശരീരവും ഉയർക്കുക. അത് നമ്മൾ ഈ കാണുന്ന ഭൗതിക ശരീരമല്ല, മറിച്ച് മൗതിക ശരീരത്തോടു കൂടിയുള്ള ഉയർപ്പ്. ഈ മൗതിക ശരീരത്തോടു കൂടി ആത്മാവും മൗതിക ശരീരവും ചേരുന്ന വ്യക്തിയാണ് ഉയർക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കുക? ആ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരെ നിത്യജീവനിലേക്ക് ചേർക്കണമേ എന്നാണ്. ഇപ്രകാരമാണ് നാലാമത്തെ കാര്യം, നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഇപ്പോൾ എല്ലാവർക്കും ഉയർപ്പുണ്ട്. മരിച്ച എല്ലാവരും ഉയർക്കുന്നുണ്ട്. അവർ നന്മ ചെയ്തവരാണെങ്കിൽ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവരാണെങ്കിൽ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഉയർപ്പുണ്ട്. പക്ഷെ ഉയർപ്പ് നിത്യജീവൻ്റെ ഉയർപ്പാണോ ശിക്ഷാവിധിയുടെ ഉയർപ്പാണോ നമുക്ക് ലഭിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മളുടേതായ ചിന്താവിഷയം. പ്രത്യേകിച്ച് പരേതരായ ആത്മാക്കൾക്ക് വേണ്ടി, പരേതരായ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭാ സമൂഹത്തിലുമൊക്കെ വേണ്ടപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പരേത വ്യക്തികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട നീതിയുടെ കിരീടം നമുക്ക് മുന്നേ നേടിയവരാണ് അവർ എന്ന് നമുക്ക് വിശ്വസിക്കാം. ആയതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്കുകൾ നമുക്കിപ്രകാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാം. മരിച്ചവരെക്കുറിച്ച് നമുക്ക് പ്രത്യാശയില്ലാത്തവർ ദുഃഖിക്കുന്നത് പോലെ നമ്മൾ ദുഃഖിക്കാതിരിക്കാൻ അവരെപ്പറ്റി നമുക്ക് യഥാർത്ഥമായ അറിവുണ്ടായിരിക്കണം. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തതുപോലെ അവനിൽ വിശ്വസിക്കുന്നവർ, നിത്യത പ്രാപിച്ചവരെ, വിശ്വസിക്കുന്നവരെ ദൈവം വീണ്ടും ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടെ ആയിരിക്കുന്നവർ നിത്യത പ്രാപിച്ചവർക്ക് മുമ്പിലായിരിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മരിച്ചവരെക്കുറിച്ച് നമുക്ക് യഥാർത്ഥമായൊരു ബോധ്യമുണ്ടാവണം. അവർ നീതിയുടെ കിരീടം നമുക്ക് മുന്നേ പ്രാപിച്ചവരാണ്. ആയതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുകയല്ല, സമ്മാനാർഹരായവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യുക. നമുക്ക് മുന്നേ നീതിയുടെ കിരീടം വാങ്ങിയ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരാകാം. ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നീതി വിധിക്കുമ്പോൾ, കർത്താവ് വിധി കൽപ്പിക്കുമ്പോൾ, ദൈവമേ അവിടുന്ന് കരുണയുടെ സിംഹാസനത്തിലായിരുന്നു കൊണ്ട് വിധി കൽപ്പിക്കണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുക. കരുണ നിറഞ്ഞവനെ, പുനരുത്ഥാനത്തിൽ നിന്റെ പരേതരുടെ മേൽ കരുണയുണ്ടാകണമേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവൻ നീതിയുടെ സിംഹാസനത്തിലായിരുന്നു കൊണ്ട് വിധി കൽപ്പിച്ചാൽ ആർക്കും തന്നെ തൻ്റെ സന്നിധിയിൽ നിൽക്കാനോ മുഖപ്രസന്നതയോടെ നിൽക്കാനോ നീതിയുടെ കിരീടം പ്രാപിക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ
അവൻ കരുണയുടെ സിംഹാസനത്തിലായിരുന്നുകൊണ്ട് വിധി കൽപ്പിക്കുമ്പോൾ അവൻ്റെ കാരുണ്യത്തിൽ പാപക്കറകൾ ക്ഷമിക്കപ്പെട്ട് ആ കിരീടം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. ആയതുകൊണ്ട് പരേതരായ ആത്മാക്കളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അറിവുണ്ടാകണം. അവർ നമുക്ക് മുന്നേ നീതിയുടെ കിരീടം സ്വീകരിച്ചവരാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്രകാരം നീതിയുടെ കിരീടം സ്വീകരിച്ചവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഓർത്തു പ്രാർത്ഥിക്കാം. നമ്മളും അതുപോലെ നീതിയുടെ കിരീടം പ്രാപിക്കാൻ ഒരിക്കൽ മരണപ്പെട്ട് അതിനുശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലായി മാറാനുള്ളവരാണ് എന്ന് തിരിച്ചറിയാം. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകാം. പ്രഭാഷകൻ പഠിപ്പിക്കുന്നുണ്ട്, മരണദിനത്തെക്കുറിച്ച് ചിന്തയുള്ളവനാകുക, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായ കാഴ്ചപ്പാടും ജീവിത നവീകരണവും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരേതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുന്നേ നീതിയുടെ കിരീടം പ്രാപിച്ചവരെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരാകാം. നമുക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം. നമ്മളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ നീതിയുടെ കിരീടം പ്രാപിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവിൽ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചായിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിച്ചായിരിക്കുമ്പോൾ പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് പോലെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം വാനമേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. നമ്മൾ ഇപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. നമ്മളെപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഈ വാക്കുകളാൽ നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാം. നമ്മളെപ്പോഴും കർത്താവിൻ്റെ കൂടെയാണ്. എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നവരാണ് നിത്യജീവൻ്റെ ഉയർപ്പിനായി പുറത്തു വരിക. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാത്തവർ ശിക്ഷാവിധിയുടെ ആയിട്ടായിരിക്കും പുറത്തു വരിക. ആയതുകൊണ്ട് നമുക്കെപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരുന്ന് അവിടുത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.